അനു എക്സാക്ട്ലി ഒരു മൈൻഡ് ഗെയിമറാണ്. ഒരു അൺപ്രെഡിക്റ്റബിൾ ഗെയിമറാന്ന് തന്നെ പറയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്റെ വീഡിയോന്റെ താഴെ വന്നിട്ട് ഒരുപാട് അനു ഫാൻസ് കമന്റ് ചെയ്യുന്നുണ്ട്. അനുവിനെ ലാലേട്ടൻ അപമാനിച്ചു വിട്ടു, എന്തുകൊണ്ട് ലാലേട്ടൻ ആ വീഡിയോ കാണിച്ചില്ല? എന്ത് വീഡിയോ ആണ് മക്കളെ കാണിക്കേണ്ടത്? എന്ത് വീഡിയോ ആണ് കാണിക്കേണ്ടത്? ഈ പുതപ്പ് മൂടി ആര്യം വന്ന് കിടക്കുന്നതും പുതപ്പ് മൂടുന്നതും ഒക്കെ നമ്മൾ കണ്ടത് തന്നെയല്ലേ? അത് തന്നെയല്ലേ അവരും കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പം പ്രേക്ഷകർ പകുതി മുക്കാൽ ആൾക്കാരും പറഞ്ഞു വരുന്നത്, എൻ്റെ വീഡിയോന്റെ കമന്റ് ബോക്സിൽ നോക്കിയാൽ കാണാം, അത് അനു പറഞ്ഞാൽ തന്നെ സ്റ്റിക്കും ചെയ്യുന്നു, അനു പറഞ്ഞതാണ് ശരി, ചേച്ചി വീഡിയോ കണ്ടില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ വീഡിയോ കണ്ടിട്ടില്ല എൻ്റെ മക്കളെ. ഞാൻ ഈ പറഞ്ഞ മാതിരി ലൈവിലാണെങ്കിൽ ഇതിലാണെങ്കിൽ ഈ പുതപ്പ് കൂടുന്ന സംഭവം തന്നെ ഞാനും കണ്ടിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറത്തെ ബെഡിൽ കിടക്കുമ്പോൾ ഇപ്പുറത്തെ ബെഡിൽ ഇരുന്നിട്ട് അപ്പുറത്തെ ബെഡിൽ എന്താ നടക്കണേന്ന് എത്തി നോക്കുന്നത് തന്നെ ഒരു ചീത്ത ക്യാരക്ടറാണ്. അതൊരു ആവശ്യമില്ലാത്ത ക്യാരക്ടറാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ചെന്നാൽ ഗെയിം കളിക്കുക, ബാക്കിയുള്ള സദാചാരം സംഭവം കാര്യങ്ങൾ ബീബിക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നതെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അനുവിന് വേണ്ടിയിട്ട് കളിക്കുക. ബീബിയുടെ TRP കൂട്ടാനൊന്നും അനു നിൽക്കേണ്ട ആവശ്യമില്ല. അത് അവർക്ക് ധാരാളം കൂട്ടാൻ അറിയാം. ഓക്കെ, അപ്പൊ എങ്ങനെ ഒരു വീഡിയോ എടുത്ത് കാണിക്കുന്നത്? നിങ്ങൾ എന്ത് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്? അവിടെ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പറയുന്നത് ലാലേട്ടനും BB ക്രിയേറ്റേഴ്സും എല്ലാവരും നുണ പറയുന്നു, അനുവിനെ മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി. ആഫ്റ്റർ ഓൾ ഒരു ഉമ്മ കേസല്ലേ? അതിപ്പോ ഉണ്ടെന്ന്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, ലൈക്ക് ഇപ്പൊ കഴിഞ്ഞ തവണ സായിയുടെ വൈഫും വന്നപ്പോ സ്മൂഷ് ചെയ്ത കാര്യം വീഡിയോ കാണിച്ചു. അതേപോലെ നമ്മുടെ ആദിൽ നോറ ഉമ്മാശ കാര്യം അതൊക്കെ കാണിക്കുന്നുണ്ട്. അതിപ്പോ ഇതിലിപ്പോ ഒന്ന് കാണിച്ചു എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല. ചിലർ പറയുന്നുണ്ട് 80+ വീഡിയോ അല്ല പിള്ളേരും കാണുന്നതാണെന്ന്. സിനിമകളൊന്നും പിള്ളേര് കാണുന്നില്ലേ? കെട്ടിപ്പിടിക്കുന്ന ഉമ്മാക്കുന്നൊന്നും പിള്ളേര് കാണുന്നില്ല. അപ്പൊ പ്രേക്ഷകർ കുട്ടികളുടെ കണ്ണടക്കിയാണോ? അതില് കാണിക്കേണ്ട കണ്ടന്റ് എടുക്കേണ്ടതാണെങ്കിൽ അവർ കാണിച്ചിരിക്കും, ഡെഫിനറ്റ്ലി കാണിച്ചിരിക്കും. അതിൽ ഒരിക്കലും അനുവിനെ ഇൻസൾട്ട് ചെയ്ത് ഗിസേലിനെ ആര്യനെ ഹൈപ്പാക്കാൻ വേണ്ടിയിട്ട് ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. ലാലേട്ടൻ ഇത്ര സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ ഇപ്പൊ തൽക്കാലം പ്രേക്ഷകരെല്ലാവരും ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ അല്ലെന്ന് കാണിച്ചു TRP കൂട്ടിക്കൂടാ? അങ്ങനത്തെ ചീപ്പ് TRP റേറ്റിംഗ് സംഭവങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയും ബിഗ് ബോസ് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അതൊക്കെ മേലെ അനു കളിച്ചിട്ടുണ്ട്. കാരണം ഗിസയിലും ആര്യനും ശൈത്യയും അനു ഫ്രണ്ട്സ് ആയിരുന്നു നിൽക്കുന്നു. അതേപോലെ തന്നെ ഇതിൽ ഒരാൾ ഔട്ടാവെന്ന് പറയുന്നു, കൺഫ്യൂഷൻ റൂമിൽ പോകുന്നു. ഇവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കാനുള്ള സ്പേസ് അനുവിനും ശൈത്യക്കും തമ്മിൽ കിട്ടി. അനുവിന് വേണമെങ്കിൽ അവിടെ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് നീ എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തല്ലേ, നീ എന്നോട് അങ്ങനെ സംസാരിച്ചില്ല വാശി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴും പ്രേക്ഷകർ അനുവിന്റെ കൂടെ തന്നെ നിന്നാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് പ്രേക്ഷകരായിട്ട് ആളുകൾ കണക്ട് ആവുന്ന ഒരു ഷോ ആണ്. അതിൻ്റെ ഉള്ളിൽ കണ്ടസ്റ്റൻസും പ്രേക്ഷകരും തമ്മിൽ കണക്ട് ആവുന്നു. അതിൽ നിന്നും കിട്ടുന്ന ഒരു ഔട്ടിനെ ബേസ് ചെയ്തിട്ടും അതിന്റെ ഉള്ളിൽ കണ്ടസ്റ്റൻസ് നിൽക്കുമ്പോൾ അവരുടെ ഒരു ഗെയിമും കൂടി കണക്ട് ചെയ്തിട്ടാണ് ഇവർ ഓൾറെഡി ഒരു സംഭവം സെറ്റ് ചെയ്യുന്നത്, ടാസ്ക് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ സംസാരിക്കുന്നതും ആ ഒരു വീക്കിൽ യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയയിലും കണ്ടസ്റ്റൻസിനെ പറ്റി സംസാരിച്ച കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അതിനൊരു ഉദാഹരണമാണ് ആ പാവയെ അപ്പാനിയുടെയും അക്ബറിന്റെയും ആര്യന്റെ കയ്യിലൊക്കെ കൊടുപ്പിച്ചത്. അതായത് ആ പാവയിൽ ഒരു തേങ്ങ ഇല്ല, അനബെല്ല അല്ലെങ്കിൽ അനുബെല്ല എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയും അനു എന്ത് ചെയ്തു? ഇമോഷൻസ് വാരി വെതറി ശൈത്യയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവിടെ ആ ഒരു സിറ്റുവേഷൻ സോൾവ് ആക്കി. പ്രേക്ഷകർക്ക് എന്തായി? ഇഷ്ടമായി. കണ്ടു, അനുവിനെ കണ്ടു, ദേഷ്യമൊന്നും മനസ്സിലാക്കിയത് കെട്ടിപ്പിടിച്ച് ഉമ്മച്ച് കരഞ്ഞ് ആ ഒരു സംഭവങ്ങളൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കണ്ടു. ആ കുട്ടി പ്യുവറാണ്, ആ കുട്ടി നല്ലതാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ കുട്ടി പ്യുവറോ എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇത് ഇങ്ങനെ ഒരു സാധനം ഔട്ട് പോകണം എന്നുള്ളത് അനു പ്ലാൻഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അനു ഒരു അടിപൊളി ഗെയിമർ ആണെന്നുള്ളത്. എങ്ങനെ എവിടെ അതിൻ്റെ ഉള്ളിൽ നിൽക്കണം എന്നുള്ളത് അറിയാം. സോ അങ്ങനെ ഒരു ഇമോഷൻസിനെ കൊടുക്കേണ്ടടുത്ത് കൊടുക്കേണ്ടാത്ത ഇന്നലെ കല്ലുപോലെ നിന്ന വ്യക്തിയാണ് ഇന്ന് പൊട്ടി കരഞ്ഞത്. അപ്പൊ അതെന്താണ്? പ്രേക്ഷകരായിട്ട് കണക്റ്റഡ് ആയി. ഇങ്ങനെ ഇമോഷൻസ് അവിടെ കൊടുക്കേണ്ടടുത്ത് കൊടുക്കാൻ പാടില്ലാത്തടത്ത് കൊടുക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ കത്തിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെയുള്ള ബാക്കി ആളുകൾ ഡെഫിനറ്റ്ലി വെള്ളം കുടിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ മൈൻഡ് ഗെയിം. അത് പ്രേക്ഷകരായിട്ട് കണക്ട് ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിമാണത്. അതിൻ്റെ ഉള്ള ആൾക്കാർ ഇപ്പൊ ചിലർ പറയുന്നില്ലേ ഇഷ്ടമാണ്, ഇഷ്ടമല്ല. ഇപ്പൊ ഇത്രയും വലിയൊരു അലിഗേഷൻ ലാലേട്ടൻ വരെ വന്നു പറഞ്ഞിട്ടും ആളുകൾ പറയുന്നത്, അനുവിനെ സ്നേഹിക്കുന്ന ആളുകൾ പറയുന്നത് അവർ ആ വീഡിയോ മുക്കിയെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചിന്തിക്കുന്നവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു സംഭവം ഹൈഡ് ചെയ്യേണ്ട കാര്യം എന്താണുള്ളത്? അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് സീസൺസിൽ ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. അങ്ങനെ ഒരു ഹൈഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിന്റെ ആവശ്യമില്ല. ആഫ്റ്റർ ഓൾ ഇതൊരു ഉമ്മ കേസാണ്. ഇപ്പൊ ഗിസയിലും ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ ഉമ്മ വെച്ചു. എന്താണ് വിഷയം? ഒരു വിഷയവുമില്ല. ജസ്റ്റ് സിമ്പിൾ കേസാണ്. അത് ഹൈഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് പ്രേക്ഷകർ ആദ്യം മനസ്സിലാക്കുക. സോ മൈ കൺക്ലൂഷൻ ഈസ് അനു നന്നായിട്ട് കളിക്കുന്നുണ്ട്. It's a mind game. Whether it's a positive or negative, she's a gamer.